ആകാശങ്ങളിരിക്കുന്ന ഭാവതമ്പുരാനെ, ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ൃവാദകൂഷ തമ്പുരാനെ, തീരട്ടെ തീരട്ടെ, ഇത് ഞാൻ പിറക്കിക്കൊള്ളാം. മോനുകുട്ടാ, എല്ലാരും 3 ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ആത്മധൈര്യവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി. 3 ദിവസമായിട്ടും കൂടി നിർത്താത്തവരുണ്ട്. ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തും. റോണിക്കുട്ടാ, കൂടി പൂർണ്ണമായിട്ട് നിർത്താൻ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ വേണേ കുറയ്ക്കാം, ഒരുപാട് കുറയ്ക്കാം. പക്ഷെ മുഴുവൻ നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. എനക്കറിയാലോ, ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാ. ഇപ്പൊ ഇതില്ലാണ്ട് വയ്യ. ആനി, നീ ഇങ്ങനെ കരഞ്ഞ് മക്കളുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിക്കല്ലേ ആനി? മക്കളുടെ മുമ്പിൽ അപ്പം മഹാനാണെന്ന് വേണമെങ്കിൽ പറയാം. മതിയോ മതിയോ ജോണി? രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം. അപ്പന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങള്. ഇത്തവണയെങ്കിലും ഇത് നിൽക്കും, എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയല്ലോ എന്റെ കർത്താവേ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ചന്ത പെണ്ണുങ്ങൾക്ക് പോലും സന്ധ്യ കഴിയണം. പക്ഷേ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ പകലുമാകാം. ജോണിയുടെ വീട്ടിലെ അവസ്ഥ നടക്കൂ, അതെല്ലാവർക്കും അറിയാം. അവനും അറിയാം. അവനോ? ഏവൻ? നീ എന്താ നീ പറയണേ? കഞ്ഞി വിളമ്പ. ആർക്കറിയാമെന്നാ പറഞ്ഞേ? ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ എന്ത് നടക്കുമെന്നാ പറഞ്ഞേ? ആരാ അവിടെ വന്നേ? കേശവൻ. ഏത് കേശവൻ? പാലിയാരൻ കേശവൻ. ഇതാര്? ജോണിച്ചനോ? എന്താ ആ സമയത്ത്? നിന്റെ പെണ്ണുമ്പിള്ള എവിടാ? ജോണിച്ച, ആ ജോണിച്ച, നിങ്ങളെ ഒന്ന് പുറത്തോട്ട് വന്നേ. മക്കളെ കൂടെ വിളിച്ചോ. എന്താ ഇത്? നിന്റെ തന്ത എന്തേടാ? മൂത്ത കറവക്കാരൻ. എന്താ കുഞ്ഞെ? എല്ലാരെയും കൂടെ സൗകര്യത്തിനൊന്ന് കാണാൻ വന്നതാ. നിങ്ങളെ ഇറങ്ങി വന്നേ. ജോണിച്ചൻ ഇത്തിരി കൂടിയിട്ടുണ്ട്. താനിങ് വന്നേ, ഞാനൊന്ന് പറയട്ടെ. എടി പിള്ളേരെ കൂടെ അകത്ത് പോയേ. പറയട്ടെ. നിങ്ങൾ ഇത്തിരി സംസാരിക്കാനുണ്ടോ? മോളെ അവിടുന്ന്. ഞാൻ ഇല്ലാതിരുന്ന നേരത്ത്, അതും പട്ടാപ്പകല്, ഇവൻ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയെ പിടിച്ചു. എന്റെ മക്കള് തക്ക സമയത്ത് വന്നതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. വേണേ രഹസ്യമായിട്ട് 2 തന്ന്
നിന്റെ കണക്ക് തീർക്കാം. പക്ഷേ എന്റെ മക്കളുടെ മുമ്പില് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ടായ അവമാനം തീരണമെങ്കിൽ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ നീ നാണം കെടണം. ഒട്ടി എന്റെ കൊച്ചുങ്ങളെ ഓർത്തൊന്നും ചെയ്യരുത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ആവർത്തിച്ചാ കഴുത്തിയാൻ വെട്ടിക്കൊണ്ടുപോകും. പറഞ്ഞേ.